അതുകൊണ്ട് ദഅവത്തിന്റെ രംഗത്ത് വളരെ നല്ല രൂപത്തിൽ സൗമ്യമായ പെരുമാറ്റത്തോടുകൂടി, അതേ സന്ദർഭത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊണ്ടുകൊണ്ടും എല്ലാമുള്ള ഒരു രീതിയായിരിക്കണം ദഅവ രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇനി ഒരല്പസമയം ദഅവത്തിന്റെ ഗുണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിനു മുന്നോടിയായി സമൂഹത്തിലുണ്ടായിട്ടുള്ള ഇഷ്കാലുകളിൽപ്പെട്ട മറ്റൊരു ഇഷ്കാലാണ്, അമുസ്ലിമീങ്ങളോട്, യഹൂദരോട്, ക്രിസ്ത്യാനികളോട് ദഅവത്ത് നടത്തുമ്പോൾ ആ ദഅവത്തിന്റെ രംഗത്ത് ഇതര മതഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാൻ പാടുണ്ടോ ഇല്ലേ? ഗീതയിൽ നിന്ന്, ബൈബിളിൽ നിന്നൊക്കെ ആയത്തുകൾ, വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദഅവത്ത് നടത്തുന്നത് പാടില്ല, ഹറാമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു തെറ്റായ സമീപനമാണ്, ശരിയല്ല. ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാർ അത് അംഗീകരിച്ചിട്ടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്നെ അൽ ജവാബു സഹീഹ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്രൈസ്തവരുമായി അതല്ലെങ്കിൽ യഹൂദ വേദക്കാരുമായി സംവാദം നടത്തേണ്ടുന്നതിന്റെ അനിവാര്യതയെ സംബന്ധിച്ചു. ചില സന്ദർഭത്തിൽ അവർ ദലീലാക്കുന്നതിനെ നമ്മൾ ദലീലാക്കുന്നത് എന്തിനാണ് എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി സംസാരിക്കുന്നുണ്ട്. അതിൽ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന എന്ന ആയത്തിനെ വിശദീകരിക്കവേ തഫ്സീറുസ് സഅദിയിൽ നമുക്ക് കാണാം, അദ്ദേഹം പറയുകയാണ്, ഹിക്മത്തോടുകൂടിയുള്ള ദഅവത്തിൽപ്പെട്ടതാണ് നിങ്ങൾ ആരെയാണോ ക്ഷണിക്കുന്നത്, അവർ എന്തിനെയാണോ പ്രമാണമാക്കുന്നത്, ആ പ്രമാണത്തിൽ നിന്ന് അവർക്ക് തെളിവുദ്ധരിക്കുക. അത് സത്യം അവരെ ബോധ്യപ്പെടുത്തുവാൻ എളുപ്പവും കൂടുതൽ തർക്കമില്ലാതെ വിഷയം പരിഹരിക്കാൻ അത് കരണീയവുമായി തീരുന്നു. നിങ്ങൾ തഫ്സീർ പരിശോധിക്കുക. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന എന്നതിന്റെ തഫ്സീർ അദ്ദേഹം പറയാണ്, ഒരു സമൂഹത്തോട് ദഅവത്ത് നടത്തുമ്പോൾ ആരെയാണോ നിങ്ങൾ ദഅവത്ത് നടത്തുന്നത് അവർ വിശ്വസിക്കുന്ന, പ്രമാണമാക്കുന്നതിൽ നിന്ന് തന്നെ അവർക്കെതിരിൽ നിങ്ങൾ തെളിവുദ്ധരിക്കുക. അപ്പൊ ആ വിഷയം പെട്ടെന്ന് മനസ്സിലാകാൻ അവർക്ക് എളുപ്പമായി തീരും. ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു ഹൈന്ദവ സുഹൃത്ത്, അയാൾ വിശ്വസിക്കുന്ന വേദത്തെന്ന് പറയാണ്, നതസ്യ പ്രതിമ അസ്തി, ദൈവത്തിന് വിഗ്രഹം പാടില്ല, ദൈവത്തിന് പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ വേദം തന്നെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച ഹൈന്ദവ സന്യാസിമാരിൽ വലിയൊരു വിഭാഗം വിഗ്രഹം ഉണ്ടാക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്തേ ആ കാര്യം അവരെ ബോധ്യപ്പെടുത്താൻ എളുപ്പം സാധിച്ചു? അത് ഇസ്ലാം മാത്രം പറയുന്ന ഒരു വിഷയമല്ല, നിങ്ങളുടെ വേദവും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളും അത് പറയുന്നുണ്ട് എന്ന് ഇതാക്കിയാൽ ഇസ്ലാം വിഗ്രഹാരാധന എതിർക്കുന്ന മതം ഇസ്ലാം മാത്രമാണ്, അതുകൊണ്ട് മുസ്ലിമീങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവന്റെ മനസ്സ് ഒന്ന് ലളിതമാണെങ്കിലും അത് ഉപകരിച്ചാലോ? മുസ്ലിമീങ്ങളുടെ വെറുപ്പിന്റെ 100%, 50% ആകാനെങ്കിലും അത് ഉപകരിച്ചാലോ? നമ്മുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർ നമ്മുടെ വേദങ്ങളിൽ ഈ കാര്യം പറയുന്നുണ്ട് എന്ന കാര്യം അവന്റെ മനസ്സിനെ ചിന്തിപ്പിക്കാൻ കാരണമായി തീർന്നാലോ? മേലെ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത് എന്നുള്ള തൗറാത്തിലെ വാചകം ഒരു ക്രിസ്ത്യാനിയെ ചിന്തിപ്പിച്ചാലോ? അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതിനെ എതിർക്കുന്ന ആളുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലെയുള്ള പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തഫ്സീറുകളിലൊക്കെ നിങ്ങൾ ആരെയാണോ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് അവരുടെ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെയുള്ള തെളിവുകൾ ഉദ്ധരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ മറികടക്കാം. ഇമാം ഷാഫി ഇമാമിന്റെ മദ്ഹബിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മദ്ഹബിന് അന്ധമായി പിൻപറ്റാൻ പാടില്ല എന്ന ഷാഫി ഇമാമിന്റെ ഒരു വാക്ക് അയാളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്താൽ ആ വാചകം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടേക്കാം. ഇപ്രകാരം നിങ്ങൾ ആരെയാണോ ദഅവത്ത് നടത്തുന്നത് ആ ദഅവത്ത് നടത്തുന്ന ആളുകൾ വിശ്വസിക്കുന്ന പ്രമാണങ്ങൾ നമുക്ക് പ്രമാണമായിട്ടല്ല, അവരതിന് പ്രമാണമാക്കുന്നുണ്ട്. അതിൽ നിന്ന് ഉദ്ധരിച്ചാൽ അവരുടെ കണ്ണു തുറക്കാൻ അത് കാരണമായി തീരുമെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കുന്നത് ഹിക്മത്തിന്റെ ഭാഗമാണ്. നഖലുകൊണ്ടും അഖലുകൊണ്ടുമുള്ള പ്രബോധനത്തിൽ അഖൽ ഉപയോഗിക്കലാണ്, അത് ബുദ്ധിപരമായ സമർത്ഥനമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞെന്താണെന്നറിയോ? നീ സുറിയാനി ഭാഷ പഠിക്കണം എന്നാ. ഖുർആനും ഹദീസും അറബി ഭാഷയല്ലല്ലേ, എന്തിനാ യഹൂദന്മാരുടെ ഭാഷ പഠിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ അവർക്ക് എഴുതി കൊടുക്കുന്ന വിഷയങ്ങളിൽ അവർ തിരുത്തുന്നുണ്ടോന്നറിയാൻ, അവർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തിരുത്തിയാണോ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാൻ. അതുകൊണ്ട് സുറിയാനി ഭാഷ പഠിക്കേണ്ടിടത്തിൽ അത് പഠിക്കേണ്ടി വരും. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, 17 ദിവസം കൊണ്ട് ഞാൻ ആ ഭാഷ മുഴുവൻ പഠിച്ചു. 17 ദിവസം കൊണ്ട് ഒരു ഭാഷ മുഴുവൻ പഠിച്ചു. പിന്നീട് ഞാൻ അവരെഴുതുന്നത് ഞാൻ നബിക്ക് വായിച്ചു കൊടുക്കാറുണ്ട്, നബി എഴുതുന്നത് ഞാൻ ആ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. ഇസ്ലാമിന്റെ നന്മക്ക് വേണ്ടി അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വ്യഭിചരിച്ച ഒരു യഹൂദനെയും ക്രിസ്ത്യാനിയും കൊണ്ട്, ഇതൊക്കെ സഹിഹായ ഹദീസിലുള്ള ഒരു യഹൂദൻ ഒരു പെണ്ണും ആണ് വ്യഭിചരിച്ചു, നബീന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ നബി അവരെ ജൂതന്മാരുടെ, കാരണം
അവരുടെ അവിടെയാണല്ലോ ഹുക്കുമ വേണ്ടത്. അപ്പൊ അവരോട് ചോദിച്ചു, വ്യഭിചരിച്ച ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങൾ അവരെ അടിക്കുകയും അതുപോലെ തന്നെ അങ്ങാടിയിലൂടെ തവാഫ് നടത്തിക്കുക, അവരെ ആ നിലക്കുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ റജ്മിനെ കുറിച്ച് പറഞ്ഞില്ല. അഥവാ എറിഞ്ഞു കൊല്ല. പക്ഷെ തൗറാത്തിൽ എറിഞ്ഞു കൊല്ലണം എന്നാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൗറാത്ത് കൊണ്ടുവാ. നബിക്ക് അത് പ്രമാണമായിട്ടല്ല, പക്ഷേ അവര് പറയുന്നത് നുണയാന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. തൗറാത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. വായിക്കുന്നു പറഞ്ഞു. അങ്ങനെ ജൂദായിസത്തിന് ഇസ്ലാമിലേക്ക് വന്ന സഹാബി ആ ഭാഗം പറഞ്ഞു കൊടുത്തു, വായിക്കാൻ പറഞ്ഞു. വായിച്ചപ്പോൾ അദ്ദേഹം എന്തെന്ന് പറഞ്ഞാൽ ഒരു വിരൽ അവിടെ റജ്മിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് വിരൽ വെച്ചിട്ടാണ് വായിക്കുന്നത്. അപ്പുറം വായിക്കും ഇപ്പുറം വായിക്കാൻ നമ്മുടെ നാട്ടിൽ പല ആളുകളും ചെയ്യുന്ന പോലെ അപ്പുറം വായിക്കും ഇപ്പുറം വായിക്കുക, നടുക്കുള്ളത് വിട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ ആ കൈ ഉയർത്താൻ പറഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും. നബി കൈ ഉയർത്താൻ പറഞ്ഞു. കൈ ഉയർത്തിയപ്പോ റജ്മാണ് അവിടെ പറയുന്നത്, വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണം എന്നാണുള്ളത്. എന്തേ നബിക്ക് പ്രമാണമായിട്ടാ തൗറാത്ത് കൊണ്ടുവരാൻ പറഞ്ഞത്? അല്ല, അവരതിനെ പ്രമാണമാക്കുന്നു. അതിൽ തന്നെ അവർ ചെയ്യുന്നതിന് എതിരാണുള്ളത് എന്ന് സ്ഥാപിക്കുകയാണ് അവിടെ. നിങ്ങൾ വേദത്തിലുള്ളത് കട്ടുമുറിച്ച് വായിക്കുന്നവരും അങ്ങനെയുള്ളവരുമാണ് എന്ന് സ്ഥാപിക്കാണ് നബി ചെയ്തത്. ഇതൊക്കെ ദീനിലുള്ള തെളിവാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതര വേദങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് അത് നമുക്ക് പ്രമാണമായിട്ടല്ല, അത് പ്രമാണമാകുന്ന ഒരു സമൂഹത്തെ ചിന്തിപ്പിക്കാനുള്ള ഹിക്മത്തും അഖ്ല് കൊണ്ടുള്ള നേരിടലുമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല